അർജു, അടിപൊളി സോങ് സെലക്ഷൻ. പാട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അറിയാം, എന്നാൽ ഈ ഒരു സോങ് എന്താ സെലക്ട് ചെയ്യാൻ കാരണം? ബാബുക്കര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഏത് പടത്തിലാന്നറിയോ? ഏതാ? ഭാർഗവി നിലയം. കണ്ടിട്ടുണ്ടോ പടം? ഷെടാ, ഇത് കാണാണ്ടാണോ പാടിയത്? വിഷ്വലി കണ്ട്. അതിന്റെ പുതിയൊരു വെർഷനും വന്നിട്ടുണ്ട് ഭാർഗവി നിലയത്തിന്റെ. നീലവെളിച്ചം. മോൻ ഏതാ കണ്ടത്? നീലവെളിച്ചാണോ മറ്റേ ഒറിജിനലാണോ? ഒറിജിനൽ കണ്ടോ പടം? പാടില്ല. അത് മക്കള് ഇത് കാണേണ്ടി സിനിമ കാണണം. പ്രേതത്തിന്റെ സിനിമ. പേടിക്കും. പ്രേതമാണോ അതെന്താന്നുള്ളതല്ല, ആ ഫിലിം കാണണോടാ, നല്ല പടമാണ്. അതെ, അതിലെല്ലാ പാട്ടും കേൾക്കണം. അയ്യോ, പാട്ടുകൾ, കോമ്പോസിഷൻസ്. ശരിക്കും അത് അങ്ങനെ ഒരു പ്രേതമാണെന്നോ ഭാർഗവി നിലയമാണെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. ആ പടത്തോടൊരു പ്രണയം തോന്നും പാട്ടുകൾ കേൾക്കുമ്പോ. കാണുവോ? മോനെ അതങ്ങനെ പേടിക്കേണ്ടതല്ല. ആ ഒരു
യക്ഷിയായിട്ട് അദ്ദേഹം ആ റൈറ്ററിന്റെ സ്നേഹമാണ്. ഒരു ക്ലാസിക് മൂവിയാണ്. ആ ഉഗ്രം പടാ. എന്തായാലും മനോഹരമായ സെലക്ഷൻ. ആ. നമുക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് പുരുഷന്മാർ പാടി കേൾക്കാൻ ആഗ്രഹമുള്ളൊരു പാട്ടാണ് താമസം എന്തേ വരുവാൻ. ചേട്ടൻ പാടിത്തരുമായിരുന്നു. അല്ല, പാടിയാലും അത് കേൾക്കാൻ പറ്റത്തില്ല. കാര്യം ആ മേളിൽ നിന്ന് ശബ്ദം ഇങ്ങ് താഴെ എത്തുമ്പോഴേ അശരീരി പോലെ കേൾക്കും മഞ്ചരിക്ക്. അയ്യോ, നല്ല 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 ചെക്കനാ. അതെ, പ്രണയം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന പാട്ട്. അത് സെലക്ഷന് ഫസ്റ്റ് നമ്പർ 1 കയ്യടി സെലക്ഷന്. മോനെ ആ ഫീലൊക്കെ നല്ലൊരു ആസ്വദിച്ച് പാടി എന്ന് പറയാം പാട്ട്. താങ്ക് യു. ആസ്വദിച്ച് പാടി ശരിക്കും. താങ്ക് യു. പിന്നെ ശബ്ദത്തിലുള്ള ഇപ്പോൾ പാടുമ്പോഴുള്ള തൊണ്ടയിലുള്ള ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവിടെ ഇവിടെയൊക്കെ ഒന്ന് പാടാൻ പറ്റാത്ത വിധത്തിൽ നമുക്കറിയാം അത് മോൻ്റെ ഉള്ളിലുണ്ട്, പാടണം എന്നുണ്ട്. പക്ഷെ ചില ഭാഗത്തൊക്കെ ശബ്ദം എത്താത്ത പോലെയും ഒരു സ്ട്രെയിന് ഫീൽ ചെയ്തു. എന്നാൽ ഒരു ഓൺ ദ ഹോൾ നോക്കുകയാണെങ്കിൽ നല്ല ഫീലോട് കൂടി ആസ്വദിച്ച് പാടി. അതാണ് ശരിക്കും ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീൽ നന്നായിരിക്കണം എന്നുള്ളത് ഒരു വളരെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ അത് മോൻ ശ്രദ്ധിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ശ്രുതിയും കുറച്ച് സംഗതികളുടെ ഒരു പെർഫെക്ഷനും കൂടി ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നമുക്ക് അതിനെ റെഡിയാക്കി എടുക്കാമായിരുന്നു. ഇനി അത് നന്നാവട്ടെ. ഇനിയും കുറച്ചുകൂടെ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യും തോറും വോയിസ് നന്നായിക്കൊണ്ടിരിക്കും, അതിനൊരു സ്ട്രെങ്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ചേട്ടാ നന്നായിട്ട് പാടി അർജുൻ. എൻ്റെയും അർജുനെ പോലെ തന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണിത്. എനിക്ക് തോന്നുന്നു താമസം എന്തേ റിപ്പീറ്റിൽ വന്നപ്പോൾ ഭയങ്കര രസമായിട്ട് താമസം എന്തേ വരുവാനും പിന്നെ മുന്നിൽ പാടിയതും അണയാൻ പാടിയതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു വെള്ളി വീണപ്പോൾ വീണ്ടും ഒരു വെള്ളിയും കൂടെ വരാനായിട്ട് കാത്തിരുന്ന് വരുത്തിയ പോലെ പോയി. എനിക്കറിയാം ആ വെള്ളി വീഴുന്ന അവസ്ഥ. എനിക്കും ഏത് പാട്ട് പാടുമ്പോഴും വെള്ളിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക. ഇപ്പോൾ വെള്ളി വീഴും, ഇപ്പോൾ വെള്ളി വീഴുന്ന ഉറപ്പിച്ചുകൊണ്ടാണ് പാടുക. അത് ഏറ്റവും ടെൻഷനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ വോയിസിലെ വെള്ളി എഫക്റ്റഡ് ആയപ്പോൾ അർജുൻ പിന്നെ അതിൽ കോൺഷ്യസ് ആയി. ഞാൻ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തോട്ടെ. ഈ സാധാരണ വെള്ളി അടിക്കുക എന്ന് പറയുമ്പം ആൾക്കാർ പൊതുവെ അത് കളിയാക്കുന്ന ഒരു സാധനമായിട്ടാണ് എടുക്കാറ്. പക്ഷെ അത് പാടുന്ന വ്യക്തിക്കറിയാം എന്തുമാത്രം അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണെന്നുള്ളത്. കാരണം അത്രയും ഭംഗിയായിട്ട് പാടണമെന്ന് ആലോചിക്കുമ്പം അത് നമ്മുടെ സാങ്കേതിക തടസ്സം കൊണ്ട് വരുന്നതാണ് ഈ വെള്ളി. അല്ലാണ്ട് മനഃപൂർവ്വം പെട്ടെന്ന് അറിയാതെ ചിലർക്ക് പോകും. അതെ, പക്ഷെ അത് അങ്ങനെ പോവരുത് എന്നാണ് ഞാൻ പറഞ്ഞ് വന്നത് അർജുൻ്റെ അടുത്ത്. ഞാനല്ല അതാ പറഞ്ഞ കളിയാക്കേണ്ട ഒരു സാധനം. അതൊരു അപകടമാണ്. അത്ര ഉള്ളു. അതൊരു പാട്ടുകാരന്റെ കഴിവ് കുറയ്ക്കുക അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഒരു വെള്ളി അടിക്കാത്തതായിട്ട് ഇപ്പോൾ ഒരു പാട്ടുകാരും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഒരു വെള്ളി വീണപ്പോൾ അർജുൻ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂട്ടി പാടാൻ തുടങ്ങി. ഇനി വെള്ളി വീഴരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് അടിച്ചു പാടാൻ തുടങ്ങി. അപ്പോൾ ആ ഫീൽ ഒന്ന് കുറച്ച് ഡ്രോപ്പ് ആവും. അപ്പോൾ അത് കോൺഷ്യസ് ആവണ്ട. വെള്ളി എന്തായാലും ജഡ്ജ് ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്നും നമ്മുടെ കയ്യിലുള്ള ഒരു പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അത് ജഡ്ജസ് ആണെങ്കിലും അത് ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയുള്ള ഫീൽഡിലേക്ക് കൂടുതൽ പോകുന്നത്. പിന്നെ ഈ ശബ്ദം മാറുന്ന ടൈമായിരിക്കും. അതുകൊണ്ടാണ് ഈ വെള്ളിയൊക്കെ വീഴാനുള്ള സാധ്യത. കുറച്ച് കഴിഞ്ഞാൽ വരെ പോലും ഇല്ല. പിന്നെ ശബ്ദം മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫീല് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ ശബ്ദത്തിൻ്റെതായ ഒരു കാര്യമുണ്ട്. അത് പക്ഷെ ആ കുട്ടിത്തമാണ്, ഭംഗിയും. പിന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഫീല് ഡെലിവറി ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ശബ്ദം മാറി വരുമ്പോൾ നോക്കി വേറെ ലീഗായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അർജുൻ. താങ്ക് യു സാർ. എന്തൊക്കെയായിരുന്നു രഞ്ജൻ ചേട്ടാ റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് പാടുന്നതിന് മുന്നേ എടുക്കുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പോഴും ഞാൻ ആക്ച്വലി അവിടെ വന്നപ്പോൾ എൻ്റെ കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പേടി നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും വരില്ല. നമുക്ക് പാടാൻ പറ്റുന്നതിൻ്റെ ഒരു 70-80% ആയിരിക്കും വരുന്നത്. പക്ഷെ ഏതോ ഒരു പോയിന്റ് അത് കട്ടായി കിട്ടിയാലല്ലേ പിന്നെ നമുക്ക് തകർത്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ആ ഒരു സമയമായിരുന്നു റിയാലിറ്റി ഷോൻ്റെ ഒരു തുടക്കം. ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് വരുന്ന റിയാലിറ്റി ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമായിരുന്നു. ഈ കുട്ടികളുടെ കോൺഫിഡൻസ് അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഇവരെങ്ങനെ ഇത്ര കൂളായിട്ട് ഇതൊക്കെ പാടുന്നതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തൊട്ടുള്ള റിയാലിറ്റി ഷോകളും ഈ ചാനൽ ഷോസും ഇവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, പാട്ടിൻ്റെ രീതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അവർ ടെൻസ്ഡ് ആണെന്നുള്ള കാര്യം. എനിവേ ഞാൻ സന്തോഷിക്കുന്നത് ഇവരുടെ കോൺഫിഡൻസിലാണ്. അവർ ഞങ്ങളുടെ സീസണിൽ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻസ് അവർ അനുഭവിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ഞാൻ എല്ലാവരും വിഷ് ചെയ്യുന്നു. ഓക്കെ.
ഓക്കെ ശരത് സർ. മക്കളുടെ തൊണ്ടയ്ക്ക് അടപ്പുണ്ടോ? ചെറുതായിട്ടുണ്ട്. ആ, അത് കുഴപ്പമില്ല, അത് നമുക്കങ്ങ് മറക്കാം അല്ലേ. ചക്കര കാണാൻ നല്ല രസമാടാ, നിന്റെ ചിരി നല്ല രസമാണ്, ഞാൻ അതിൻ്റെ ഫാനാണ് Thank നിന്റെ you, sir. ചിരിയാടാ. ശരി മക്കളെ, അപ്പോൾ നല്ല ഉഗ്രം പാട്ടടാ. ഓ, ഒരു നിവൃത്തിയില്ലാത്തൊരു പാട്ട്, ഒരു രക്ഷയില്ലാത്തൊരു പാട്ട്. ഇത് കേട്ടാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വിധത്തിൽ ഒരു എത്രയോ പേര് പാടിക്കേട്ടെ. ഞാനിങ്ങനെ ചെറുപ്പത്തിൽ എൻ്റെ മാമൻ അസാധ്യമായിട്ട് പാടും. ഇപ്പം മാമൻ്റെ ഗാനമേളകളൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് മോനിത് പാടുമ്പോൾ അപ്പോൾ കുറേ നല്ല ഓർമ്മകൾ തന്നു മക്കളെ ഈ പാട്ടിലൂടെ. കുറേ സന്തോഷം കേട്ടോ. ഇത് ആരാ എഴുതിയത് ഇതൊക്കെ പറഞ്ഞു? പി ഭാസ്കരൻ സർ. ആ, lyrics, ഭാസ്കർ മാഷിൻ്റെ ലിറിക്സ്. മ്യൂസിക് അതറിയാമല്ലോ, അതാണല്ലോ നമ്മുടെ. സിനിമ ഭാർഗവി നിലയം. ഇതാരും പാടിയില്ലേ? യേശുദാസ് സാർ. ആ, അത് പറ. പിന്നെ ഇയർ 1964. ഏത് വർഷം ഇറങ്ങിയെന്ന് അറിയാം, പക്ഷെ പടം കണ്ടിട്ടില്ല. ഇല്ല. മക്കളെ, ഇപ്പൊ ഈ താമസം എന്തേ നമ്മൾ തുടങ്ങുന്നില്ലേ, അതൊന്ന് പാടാമോ? താമസമെന്തേ ആ അത് അത്രയും വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല. എന്തേ എന്നുള്ളതിൻ്റെ പാതി വെലോസിറ്റി മതി ആ ഒടിവ് സംഗതിക്ക്. ഒന്ന് പാടാമോ? അത് സോഫ്റ്റ് ആക്ക്. അപ്പോൾ അത് തെന്നിപ്പോയി. ആ, അതിനൊരു സുഖമുണ്ട്, അത് മോൻ പ്രധാനമായിട്ട് വെച്ചോണം. പിന്നെ താമസം എന്തേ അണയാൻ, അതൊന്ന് പാടാമോ? താമസമെന്തേ അണയാൻ ആ, പ്രേമമായി എൻ്റെ ആ പ്രേമമായി ഒക്കെ കുറച്ചും കൂടെ സുഖിച്ച് പാട്. പ്രേമമായി 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 ആ പ്രേമ പ്രേമമായി. ആഹാ, എന്ത് സുഖമുണ്ടോ, ഉഗ്രായിട്ട് പാടി. മറ്റേ കണ്ണിൽ നീ വേറെ ഏതൊരു നോട്ട് എടുത്ത് പാടി മുമ്പേ പാടി. അപ്പം ഇതൊക്കെ കേൾക്കണം കേട്ടോ. രാക്കിളികൾ അതൊന്ന് പാടാമോ? രാക്കിളികൾ 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 രാക്കിളിക്കളല്ലടാ, രാക്കിളികൾ രാക്കിളികൾ ആ. മയങ്ങാറായി ഓ, മയങ്ങാറായി. അത് കുറച്ച് കുഴപ്പമുണ്ട്, അത് കുഴപ്പമില്ല. മക്കൾക്ക് വയ്യ. ഇപ്പം എനിക്കും നിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. മക്കളെ ക്ഷമിക്കുക കേട്ടോ, ഞാൻ പറയേണ്ടത് പറഞ്ഞു, വേറെ മാർഗമില്ല. പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം. എന്തൊരു വരികൾ. ഓ, എന്താണ് പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? മലയാളിയല്ലേ മോനെ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്, മലയാളം അറിയണം. പാറു, യു ടെൽ, നീയാണ് ബെറ്റർ പേഴ്സൺ. പാലൊളി ചന്ദ്രികയിൽ നിൻ ആ മന്ദഹാസം. ചന്ദ്രികയിൽ നിന്റെ പുഞ്ചിരി കണ്ടു. പാറു, നീ വേറെ ഏതോ ഒരു ഇറയിൽ ജീവിക്കേണ്ട ആളാ. അതൊന്ന് പാടാമോ മക്കളെ? പാലൊളി ചന്ദ്രികയിൽ ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ. അതിനൊരു മന്ദഹാസം, നിന്റെ പാലൊളി ചന്ദ്രികയിൽ നിന്റെ മന്ദഹാസം കണ്ടുവല്ലോ എന്നുള്ളതിനൊരു ഉള്ളിലൊരു സ്നേഹമുണ്ട്, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒന്ന് പാടാമോ? അത് ആ പാലൊളി ഒന്ന് പാടി. പാലൊളി പാടിക്കോ അങ്ങനെ. പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ. ആ, പാതിര പാതിരാ കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ. ആ മോന് തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് അതൊരു കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ മനസ്സിലാവുന്നുണ്ട്, നിനക്കിത് വൃത്തിയായിട്ട് അറിയാം പാട്ട്. കേൾക്കും, അതിലൊരു സന്തോഷമുണ്ട്. പഠിച്ചിട്ടുണ്ട്. തൊണ്ട ഇതെന്ത് പറ്റി? ഐസ്ക്രീം നിന്നോ അതോ തലകുത്തി മറിഞ്ഞോ? അട്ടഹാസമായിരുന്നോ? അട്ടഹാസമായിരുന്നോ? ശബ്ദം മാറുന്നൊരിത് അതിന്റെ മുകളിൽ കൊണ്ടിടാം. ഇനി അത് പറഞ്ഞോണ്ട് നടക്കാം. പിന്നെ മക്കളെ, എന്തൊക്കെയായാലും നല്ല ഉഗ്രം പാട്ട്. മോൻ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ പാടി. പിന്നെ മോൻ ഇന്നൊരു തൊണ്ട അടപ്പ് ചെറിയ തോതിലുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവും.
അല്ലെങ്കിൽ നീ ഇത് അസാധ്യമായിട്ട് പാടിയാണ് ഉറപ്പായിട്ട്. പിന്നെ എനിക്ക് അതും കുറേ ഇഷ്ടമായി. മോൻ ഇത് പാടി എന്താ ഹേമന്തയാമിനി തൻ അത്ര ഡീറ്റെയിൽ നീ പഠിച്ചേക്കും. താങ്ക് യു സോ മച്ച്. അങ്ങനെ ആരും അതത്ര കൃത്യമായിട്ട് പാടി കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മകളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. രഞ്ജിൻ ചേട്ടാ എപ്പോഴും ഞാനാണ്. ആണെന്നാ അവിടെ അപ്പുറത്ത് നിന്ന് അല്ല ഞാനാ കഴിഞ്ഞ വർഷം തുടങ്ങി. എന്നാ ശരത് സർ ഇവർ രണ്ടുപേരും അടി ഉണ്ടാക്കുന്നു. ഞാൻ പറയാം, എനിക്ക് ഒരു ഇഷ്യൂ അല്ല. അപ്പൊ എന്റെ ചക്കരയ്ക്ക് ഞാൻ 8.6 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി ഞാൻ 8. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. രഞ്ജിൻ ചേട്ടാ ഞാൻ 7.75 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സോ ടോട്ടൽ 24.35. താങ്ക് യു ചേച്ചി. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.